മോഷണം എവിടെയും നടക്കാം. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അവിടെ കയറിയിട്ട് ആർക്കെങ്കിലും മോഷ്ടിക്കാൻ സമർത്ഥനാണെങ്കിൽ ചിലപ്പോൾ മോഷ്ടിച്ചൊന്നും വരും. സോ മോഷണം ഒരു സാധാരണ സംഭവമാണ്. അത് ഏകദേശം 8 പേരെ പിടിച്ചു കഴിഞ്ഞ് ഇനി കൂടുതൽ ആരെങ്കിലും പിടിക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മോഷണം അവിടെ നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ മൊത്തം രാമജന്മഭൂമി മൂവ്മെൻറ്റിനെ തന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റി കളയുക. രാമക്ഷേത്രം ഉണ്ടാക്കാനായിട്ട് സംഘപരിവാർ ഇറങ്ങി പുറപ്പെട്ടത് രാമക്ഷേത്രം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന വഴിപാട് മോഷ്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കൊള്ളാം, നല്ലൊരു ഡിസൈൻ. അതാണ്. അത് മാത്രമല്ല, അത് പൊളിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് നോക്ക്. ഇതിൽ ടിന്നു യാദവ് അയാളാണ് ചമ്പത് റായുടെ ഡ്രൈവർ എന്ന് പറയുന്നത്. ഡ്രൈവർ ആയിരുന്നു നേരത്തെ, സത്യമാണ്. ബട്ട് ഈ ടിന്നു യാദവ് എന്ന രമാശങ്കർ യാദവ് അയാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ അഖിലേഷ് യാദവ് ചുവട് മാറി. പലരും അത് ശ്രദ്ധിച്ചില്ല. അഖിലേഷ് യാദവ് എക്സിൽ പോസ്റ്റ് ചെയ്തു, പോലീസിനെ വെച്ചിട്ട് പോലീസിനെ അമ്പലത്തിൽ കയറ്റരുത്, ആ പവിത്രമായ സ്ഥലമാണ്, അവിടെ പോലീസ് കയറുന്നത് മോശമാണ്, പൂജാരിമാരെ ചോദ്യം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക, അതൊന്നും ശരിയല്ല. ഒരു കാര്യം ചെയ്താൽ മതി, ഈ എണ്ണുന്ന സ്ഥലത്ത് ലൈറ്റ് ഓഫ് ചെയ്യുക, എന്നിട്ട് മോഷ്ടിച്ചവർക്കൊരു അവസരം കൊടുക്കുക. നിങ്ങൾ ഈ ഇരുട്ടത്ത് നിങ്ങൾ മോഷ്ടിച്ച പൈസ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്തിറങ്ങി പോക്കോ. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ പോയ പൈസ മുഴുവൻ തിരിച്ചവിടെ ഉണ്ടാവും. അങ്ങനെ വേണം അമ്പലത്തിലെ മോഷണമൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് ഇങ്ങനെ എക്സിൽ പോസ്റ്റ് ചെയ്തു അഖിലേഷ് യാദവ്. അതോടെ സംഭവം വളരെ വഷളായി. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യാദവ്, ഒന്ന് ഈ രമാശങ്കർ യാദവ് എന്ന ടിന്നു യാദവ്, പിന്നെ വേറൊരു യാദവ് കൂടെയാണ്. 2 യാദവന്മാരെ അറസ്റ്റിലായി എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. അതോടെ പുള്ളി ടാക്ടിക്സ് മാറ്റിയെന്ന് മാത്രമല്ല, ഇതേ സമയത്താണ് വായിജത്ത് ഓർക്കണില്ലേ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെ ആരോപണം വന്നു. ഭൂമി വാങ്ങിച്ചു, കമ്പനിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം എന്ത് വാങ്ങിക്കോട്ടെ, മോഹൻ യാദവിനെ പിന്തുണച്ച ആളാരാണെന്നറിയാമോ? അഖിലേഷ് യാദവാണ്. ഞാൻ അന്തം വിട്ടുപോയില്ല. BJP മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ യാദവ് ഒരു യാദവാണ്. അപ്പോൾ ഇയാളുടെ നോട്ടം യാദവന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇയാൾ പറഞ്ഞു മോഹൻ യാദവിനെ പുറത്താക്കാനായിട്ട് നരേന്ദ്രമോദി പ്ലാൻ ചെയ്തൊരു സ്റ്റോറിയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നത്. ഇതാണ് മോഹൻ യാദവിനെ പുറത്താക്കാനായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ സ്റ്റോറി പ്ലാൻ ചെയ്ത ആവശ്യം എന്താ മോദിക്ക്? മോഹൻ യാദവിനോട് പറഞ്ഞാൽ പോരെ, ഇവിടെ താൻ ഇറങ്ങി വേറൊരാളിനെ വയ്ക്കാൻ പോവാണ്. ഇത്രയല്ലേ ഉള്ളൂ. ഒരു മുഖ്യമന്ത്രിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ മോദിക്കോ അമിത്ഷായ്ക്കോ വലിയ കാര്യമൊന്നുമല്ല. അത് ഏത് മുഖ്യമന്ത്രിയായാലും. ഒരുപക്ഷെ വിവാദമുണ്ടാകുന്ന മുഖ്യമന്ത്രിമാർ 2-3 പേര് ഒഴിച്ചാൽ ബാക്കി മുഖ്യമന്ത്രിമാരെ പുഷ്പം പോലെ അവർക്കെടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഡൽഹിയിലെ രേഖാ ഗുപ്ത മാറ്റിയാൽ ആരെങ്കിലും ചോദിക്കുമോ? അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ച് ആ ആയുധത്തിൻ്റെ മൂർച്ചയില്ലാതെ പോയി.